ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഇന്നേ നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം നമുക്ക് പരിചയപ്പെട്ടാലോ. സാൻഡ്വിച്ച്. സാൻഡ്വിച്ചിൽ തന്നെ ഒത്തിരി സാൻഡ്വിച്ചുകളുണ്ട്. വെജ് സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ച്, ക്ലബ്ബ് സാൻഡ്വിച്ച്. ക്ലബ്ബ് സാൻഡ്വിച്ച് എന്നൊക്കെ പറയുമ്പം 3 ബ്രെഡ് വെച്ച് ഉണ്ടാക്കുന്ന സാധനം കേട്ടോ. നമുക്കൊരു ചിക്കൻ സാൻഡ്വിച്ചും വെജ് സാൻഡ്വിച്ചും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സിമ്പിളാട്ടോ, നമുക്കെല്ലാം വീട്ടിൽ വരെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം കേട്ടോ. അത്യാവശ്യം ഒരു ക്ലബ് ചിക്കൻ സാൻഡ്വിച്ചൊക്കെ നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ചോറ് പോലും കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് പോഷൻ കാണും. അപ്പോൾ നമുക്ക് ഒന്ന് പരിചയപ്പെട്ട് നോക്കിയാലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതിനോട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോഴേ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നാണ് കേട്ടോ പരിചയപ്പെടുന്നത്. ഇത് ചിക്കനാണ് കേട്ടോ. നല്ല ബോൺലെസ് ആയിട്ട് നമ്മൾ ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത കേട്ടോ. ചെസ്റ്റ് പീസിൻ്റെ അവിടെ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്ത കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് തവ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് അതിൻ്റെ അകത്ത് മസാല എന്ന് പറയുന്ന ഒന്നും ആഡ് ചെയ്യാനില്ല. കുറച്ച് സാൾട്ട് ഇടുക, കുറച്ച് വൈറ്റ് പെപ്പർ കൂടി ഇട്ട് കുറച്ച് എണ്ണയും കൂടെ ചിക്കനകത്തോട്ട് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് തവയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇങ്ങനെ നല്ല ഫൈനായിട്ട് ഒത്തിരി ചോപ്പാവണ്ട, അത്യാവശ്യം കടിക്കാൻ കിട്ടുന്ന രീതിയിൽ നമുക്കിങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഈ തവ ഫ്രൈ ചെയ്ത് ചിക്കൻ ഇങ്ങനെ വെച്ച് നമുക്കിങ്ങനെ സാൻഡ്വിച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. പിന്നെ നമുക്ക് കുറച്ച് ഓണിയൻ നമുക്ക് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണേ. നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള എന്തേരം നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന അതനുസരിച്ചുള്ള ഉള്ളി നമുക്ക് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒറ്റ ഒരു ഉള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല ഫൈനായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ചിക്കൻ സാൻഡ്വിച്ചിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്യാപ്സിക്കം ചെറിയൊരു കഷ്ണം മതിയാകും കേട്ടോ. ഇത് ഫുള്ളായിട്ട് വേണ്ട നമുക്ക്. അത് നല്ല ഫൈനായിട്ട് നമുക്കിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. സിമ്പിളാണ്, നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സാൻഡ്വിച്ചിൻ്റെ ഒരു കൂട്ടാകട്ടെ ഇത് ഉണ്ടോ. അപ്പോൾ എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് ഒരു ബോളിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വൈറ്റ് പെപ്പർ, കുറച്ച് വൈറ്റ് പെപ്പർ. ഇപ്പോൾ വീട്ടിലൊക്കെ നമുക്ക് വൈറ്റ് പെപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബ്ലാക്ക് പെപ്പർ ഇട്ടാലും മതിയാകും കേട്ടോ. കുറച്ച് സാൾട്ടും കൂടെ. ഒത്തിരി സാൾട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് സാൾട്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മയോണൈസാണ് കേട്ടോ. മയോണൈസ് ഇപ്പോൾ നമുക്ക് വീട്ടിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് അത്യാവശ്യം കടയിൽ നിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് നമുക്ക് മേടിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. കേട്ടോ, എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സാൻഡ്വിച്ചിന് നല്ല വലുപ്പമുള്ള ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് സാൻഡ്വിച്ചിൻ്റെ ബ്രെഡ് തന്നെയാണ് കേട്ടോ. കണ്ടോ, നല്ല വലുപ്പമുണ്ടാവും. ഇത് നമ്മൾ ക്ലബ്ബ് സാൻഡ്വിച്ചിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ബ്രെഡ് എടുക്കണം. സാധാ സാൻഡ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പീസ് ബ്രെഡ് മതിയാകും കേട്ടോ. എന്നിട്ട് ആ സൈഡിലുള്ള അത് മാത്രം നമുക്കിങ്ങനെ ജസ്റ്റ് ഞാൻ കട്ട് ചെയ്യുന്നത് അതുപോലൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇത് കട്ട് ചെയ്യാതെ നമുക്ക് ആക്കിയാലും കുഴപ്പമില്ല. പക്ഷേ ഉണ്ടാക്കി കഴിയുമ്പോൾ വീട്ടിലൊക്കെ നമുക്ക് ചെയ്യാനാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണമെന്നില്ല കേട്ടോ. പക്ഷെ കട്ട് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫിനിഷിംഗ് ആയിരിക്കും. സൈഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അപ്പോൾ 4 സൈഡും ഇങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഒത്തിരി കയറ്റി മുറിക്കല്ലോ കേട്ടോ. ഒത്തിരി കയറ്റി മുറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് വലുപ്പമില്ലാതായി പോകും. കണ്ടോ, ഇങ്ങനെ നല്ല വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇത് വെജ് സാൻഡ്വിച്ചിനുള്ള കൂട്ടാകട്ടെ ഞാൻ പറയുന്നത്. നമുക്ക് കുറച്ച് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റ്, നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച ക്യാപ്സിക്കം, കുറച്ച് ക്യാബേജ്, ഇത്ര സാധനം മതിയാകും കേട്ടോ. അതിൻ്റെ അകത്തോട്ട് നമുക്ക് മയോണൈസ് ആഡ് ചെയ്യണം.
ചിക്കൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്ത് കണക്ക് തന്നെ കുറച്ച് സാൾട്ട്, കുറച്ച് വൈറ്റ് പെപ്പർ, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പൊന്നും ഇളകാതിരിക്കരുത്. ഈ മയോണൈസ് ഇടുമ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഉപ്പും വൈറ്റ് പെപ്പറൊക്കെ നന്നായിട്ട് ഇളകുള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് നമുക്ക് വെജ് സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ബ്രെഡ് എടുത്ത് വെച്ചു, അതിൻ്റെ അകത്തോട്ട് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 2 ബ്രെഡിൻ്റെ ഓരോരോ സൈഡിലായിട്ട് നമുക്ക് ബട്ടർ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ വെജ് സാൻഡ്വിച്ചിൻ്റെ കൂട്ട് ബ്രെഡിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ചിക്കൻ സാൻഡ്വിച്ചിൻ്റെയും സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. നമ്മൾ ആദ്യം ചെയ്തല്ലോ ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ കൂട്ട്, ഈ വെജിന് പകരം ചിക്കൻ്റെ വെക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ക്ലബ് സാൻഡ്വിച്ചിൻ്റെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം കേട്ടോ. ജസ്റ്റ് അതൊന്ന് അടയ്ക്കുക, എന്നിട്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് ഹീറ്റ് ചെയ്തെടുക്കണം. വീട്ടിലൊക്കെ നമുക്ക് ഇങ്ങനൊരു മെഷീനൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. നമുക്ക് ജസ്റ്റ് തവയിലൊന്ന് ചൂടാക്കി എടുത്താലും മതിയാവും. കണ്ടോ, നല്ല കറക്റ്റ് ഹീറ്റായിരിക്കണേ. ഒത്തിരി ഓവർ ഹീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, തവയ്ക്ക് ഒത്തിരി ഓവർ ഹീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. കണ്ടോ, ജസ്റ്റ് എൻ്റെ ആ പുറം ഒന്നിങ്ങനെ ഫ്രൈ ആകുന്ന കണക്ക്, നല്ല ഗോൾഡൻ കളർ വരുന്ന കണക്ക് ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ. അത് തവയിലാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാവുള്ളേ. എന്നിട്ട് ജസ്റ്റ് കുറച്ച് ബട്ടറും കൂടെ നമുക്ക് അതിൻ്റെ മുകളിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നല്ല സൂപ്പറായിട്ട് നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് നല്ല ഡ്രൈ ആയിരിക്കും, അപ്പോൾ കട്ട് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ബ്രെഡ് കട്ട് ചെയ്യുന്ന കത്തി തന്നെയാണ്. അപ്പോൾ നമ്മുടെ വെജ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ മെത്തേഡ് ഇത് തന്നെയാണ് കേട്ടോ. നമ്മുടെ ആ വെജിറ്റബിൾ മിക്സ് മാറ്റി ചിക്കൻ്റെ മിക്സ് ആക്കുന്നു എന്ന് മാത്രം. ക്ലബ് സാൻഡ്വിച്ച് ആകുമ്പം അതിൻ്റെ അകത്ത് ഒരു ബ്രെഡും കൂടെ വരും, വെജിറ്റബിളും വരും. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഒരു ദിവസം ചെയ്ത് കാണിക്കാം കേട്ടോ. കേട്ടോ, നല്ല കറക്റ്റ് കട്ടിങ് ആയിരിക്കണം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വെജ് സാൻഡ്വിച്ച് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ഐറ്റമാണ്. ശരീരത്തിന് നല്ല, വേറെ പ്രത്യേകിച്ച് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ, വെജിറ്റബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സാൻഡ്വിച്ച് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട്, ഒത്തിരി കോസ്റ്റൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുകൊണ്ടൊക്കെയുള്ളൊരു കിഡിലൻ റെസിപ്പിയുടെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ സാജിൻ സൈനിങ് ഓഫ്. താങ്ക് യു.